അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുന താജുശ്ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ജീവിതത്തിൽ പതിവാക്കിയ ഒരു സ്വലാത്ത് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. സുബഹി നിസ്കരിച്ചതിൻ്റെ ശേഷം 10 പ്രാവശ്യവും ജുമാ ദിവസം സുബഹിക്ക് ശേഷം 100 വട്ടവും പറയാൻ വേണ്ടി ഞങ്ങളോട് ഇജാസിയത്ത് തന്നതായ ഒരു സ്വലാത്താണ്. ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ നവ്വറല്ലാഹു മർഖദ 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുന താജുശ്ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് അവറുകൾക്ക് ഇജാസിയത്ത് കൊടുത്തതായ സ്വലാത്താണ്. താജുശ്ശരിയ ഉസ്താദ് അവറുകൾ അത് ജീവിതത്തിൽ പതിവാക്കുകയും മറ്റുള്ള ശിഷ്യന്മാർ അല്ലാത്തവർക്കും ഇജാസിയത്ത് കൊടുത്തതായ ഒരു സ്വലാത്താണ്. ഏതാണത്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി വരെ മാത്രമാണ് ഷെയ്ഖുന ഉസ്താദ് അവറുകൾ പറഞ്ഞത്. അവിടെ യാ റസൂലല്ലാഹ് എന്നുള്ളത് ഇല്ല. ഷെയ്ഖുന താജുശ്ശരിയ ഉസ്താദിൻ്റെ മഖാമിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചത് അങ്ങനെ തന്നെയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. അവിടെ യാ റസൂലല്ലാഹ് എന്നുള്ളത് ഇല്ല. ആ ഒരു ബൈത്ത് ഷെയ്ഖുനാൻ്റെ മഖാമിൻ്റെ ഉള്ളിൽ എഴുതി വെക്കാനുള്ള ഒരു കാരണം, ഒന്നാമതായി ജീവിതത്തിൽ എല്ലാ ദിവസവും പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു സ്വലാത്തും കൂടിയാണ്. അത് പറയാൻ വേണ്ടി ഇജാസത്ത് തന്നതായ പ്രത്യേകം സ്വലാത്തു കൂടിയാണ്. 50-60 വർഷങ്ങൾക്ക് മുമ്പ് ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ നവ്വറല്ലാഹു മർഖദ പ്രത്യേകം ഇജാസിയത്ത് കൊടുത്തതായ സ്വലാത്തും കൂടിയാണ്. അത് ഷെയ്ഖുന താജുശ്ശരിയ ഉസ്താദ് അവറുകൾ പ്രസംഗത്തിൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സുബഹിക്ക് ശേഷം 10 വട്ടവും ജുമാ ദിവസം സുബഹിക്ക് ശേഷം 100 വട്ടവും പതിവാക്കുക. ഷെയ്ഖുനാൻ്റെ പ്രത്യേകം ഇജാസത്തുള്ള സ്വലാത്താണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി.